ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസാണ്, വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എഡുമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ പേര് ചോദിച്ചു അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസാണ് വാങ്ങിയിട്ടുള്ളത്. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതെന്തൊക്കെയാണ്, അതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ക്രാഫ്റ്റ് പഞ്ചാണ്. അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഏറെ പേരും എന്നോട് ചോദിച്ചത് ഈ ക്രാഫ്റ്റ് പഞ്ചിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ സൈസാണ് വാങ്ങിയിരിക്കുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ഇതേപോലെ ഓരോ ഷേപ്പിലുള്ളത് വാങ്ങാനായിട്ട് കിട്ടും. ആ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പേപ്പേഴ്സും അതേപോലെ തന്നെ ഫോം ഷീറ്റും ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ സൈസിലുള്ള ഹാർട്ട് ഷേപ്പിലുള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിന് 45 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് വലുതിന് 60 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടി വരും. പിന്നെ നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി ഷേപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഹാർട്ട് ഷേപ്പിലുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഹോൾ ഉണ്ട് അവിടെയായിട്ട്, ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ എന്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അത് കട്ട് ചെയ്ത് കിട്ടും. നമ്മൾ വല്ലാണ്ട് പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഈസിയാണ്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറേയധികം ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇങ്ങനത്തെ ക്രാഫ്റ്റ് പഞ്ചൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു സാധനം. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലത്തെ സിസേഴ്സാണ്. ഇത് 3 എണ്ണം വരുന്ന പാക്കറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ കാണുന്ന പാറ്റേണിൽ നമുക്ക് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 3 എണ്ണമുള്ള പാക്കറ്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കൂടുതലും നല്ല ഭംഗിയുള്ള കാർഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഇതേപോലത്തെ സിസേഴ്സൊക്കെ വെച്ചിട്ട്. ഫോം ഷീറ്റും ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ പല സൈസിലുള്ളത്. ഏറ്റവും ചെറുതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് ഹോം ഡെക്കോറിനൊക്കെ യൂസ് ചെയ്യാം, ടേബിളുമൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടേബിളുമ്പോൾ വെക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. സ്ലേറ്റ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കോട്ട്സൊക്കെ എഴുതി വെക്കാം. പിന്നെ മാച്ചിട്ട് വേറെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഹാർട്ട് ഷേപ്പിലുള്ളത് മാത്രമല്ല, പല ഷേപ്പിലുള്ളതുണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാനിവിടെ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റും കൂടി വരും. നല്ല വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പാർട്ടി ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടത് വാഷി ടേപ്പാണ്. ഞാൻ ഗ്ലിറ്റർ ടൈപ്പുള്ള വാഷി ടേപ്പാണ് വാങ്ങിയത്. അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള വാഷി ടേപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനൊരു പാക്കറ്റാണ്, 12 എണ്ണാണുള്ളത്. ഇതിന് 80 രൂപയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഒരു വാഷി ടേപ്പ് വാങ്ങുമ്പോൾ 5 രൂപയാണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പാക്കറ്റിന് റേറ്റ് കൂടുതലല്ലേ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. പക്ഷേ ഇത് നോക്കി നോക്കും, നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. പിന്നെ വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അത് അധികം അങ്ങോട്ട് സ്റ്റിക്കി അല്ല. നമ്മൾ ലോക്കലായിട്ട് വാങ്ങുന്നതൊക്കെ അധികം സ്റ്റിക്കി അല്ല. നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒട്ടാനായിട്ട്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി റേറ്റ് കൂടിയതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് കുറച്ച് ത്രെഡാണ്. ഇത് സാധാരണ ജൂട്ട് ത്രെഡ് അല്ല, പേപ്പർ ത്രെഡാണ്. പേപ്പർ ത്രെഡ് ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല, ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 കളേഴ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 25 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. പിന്നെയുള്ളത് കുറച്ച് ഗ്ലൂ ആണ്. അത് എല്ലാ ടൈപ്പ് ഗ്ലൂ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഫെവിക്കോള്, പിന്നെ ഫെവി ബോണ്ട്. ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഫെവി ബോണ്ട്. ഇതിന് 20 രൂപയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫെവി സ്റ്റിക്ക്,
ഇത് നമ്മൾ സാധാരണ വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല സ്റ്റിക്കിയാണ് കേട്ടോ. ഇതിന് 20 രൂപ റേറ്റ് വരുന്നുണ്ട്. അത് ആ ക്വാളിറ്റിയുടെ വ്യത്യാസമാണ് ഈ റേറ്റ് കൂടാനുള്ള കാരണം. പിന്നെ ഇത് ഞാൻ കുറേയേറെ ക്രാഫ്റ്റിൽ കണ്ടിട്ട് കുറേ നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. നമ്മളിപ്പോൾ ഈ അടുത്ത് കുറേ ക്രിസ്മസ് ക്രാഫ്റ്റിലൊക്കെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്, സ്റ്റാർ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതേപോലൊരു സാധനം യൂസ് ചെയ്തിട്ടാണ്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ കമ്പിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് പല കളറിലുള്ളതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കുറച്ച് ടേപ്പുകളാണ്. അതായത് നമ്മുടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ, മാസ്കിംഗ് ടേപ്പ്, അങ്ങനത്തെ. ഇതിപ്പോൾ ക്രാഫ്റ്റിന് വേണ്ടി മാത്രം വാങ്ങിയതൊന്നല്ല കേട്ടോ, വീട്ടിലത്തെ ആവശ്യത്തിനും കൂടി വാങ്ങിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്കറിയാലോ, ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഇതിൻ്റെ റേറ്റൊക്കെ ഞാനൊരു സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് മാസ്കിംഗ് ടേപ്പാണ്. ഇത് 2 സൈസിലുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ക്രാഫ്റ്റിനും അതുപോലെ തന്നെ വീട്ടിലത്തെ കുറേയേറെ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. അടുത്തത് നമ്മുടെ ടിഷ്യൂ ടേപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറേ ക്രാഫ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പേപ്പർ ഒട്ടിക്കാനായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്താ പറയുക, ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലെ തന്നെയാണ്, പക്ഷെ വളരെ കനം കുറഞ്ഞതാണ്. കണ്ടില്ലേ, ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ഇത്. പിന്നെ ഇത് ഇൻവിസിബിൾ ടേപ്പാണ്. അത് നമ്മൾ ഈ സെലോ ടേപ്പ് വയ്ക്കുന്ന സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് സുഖമാണ്, നമ്മുടെ ടേബിളുമ്മ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഗ്ലൂ ഗൺ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലുതായിരുന്നു. അതിൻ്റെ ചെറിയ സൈസാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റിക്ക് കേട്ടോ. ഈ ഗ്ലൂ ഗണ്ണ് 200 രൂപയാണ്, 199. അതുപോലെ തന്നെ സ്റ്റിക്ക് 5 എണ്ണമുള്ള ഈ ഒരു പാക്കറ്റിന് 30 രൂപയാണ് വരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് പെയിൻറ്റ് ബ്രഷാണ്. അവിടെ ഇതേപോലെ പാക്കറ്റായിട്ടും പിന്നെ നമുക്ക് ഓരോന്ന് എടുക്കണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പം എൻ്റെ കയ്യിലില്ലാത്ത ഒരു സൈസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാക്കറ്റിൽ 4 സൈസാണുള്ളത്. നമ്മൾ വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഒരുപാട് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈസിലുള്ളത് വാങ്ങിയത് കേട്ടോ. പിന്നെ നമ്മൾ പാവക്കുട്ടികൾക്കൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന ഐസ്. ഇത് 2 സൈസിലുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ കുറച്ച് വലിയ ടൈപ്പാണ് വാങ്ങിയിരിക്കുന്നത്. 2-3 ആക്രിലിക് പെയിൻറ്റ്സ് വാങ്ങി. എൻ്റെ കയ്യിലില്ലാത്ത 2-3 കളേഴ്സാണ് വാങ്ങിയിരിക്കുന്നത്. സ്കിൻ കളർ, അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോ, പിന്നെ ഈ ഒരു റെഡും. അടുത്തത് സാറ്റിൻ റിബൺ ആണ്. സാറ്റിൻ റിബൺ മാത്രമല്ല, ആ വലിയ ടൈപ്പ് കാണുന്നില്ലേ, അത് നമ്മൾ പാർട്ടി ഡെക്കറിനൊക്കെ യൂസ് ചെയ്യുന്ന റിബണാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ്, അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റർ, പിന്നെ CD മാർക്കറാണ് കേട്ടോ ഇത്. ഇത് എൻ്റെ കയ്യിൽ ബ്ലാക്ക് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെഡും ബ്ലൂവും കൂടി വാങ്ങിയിട്ടുണ്ട്. 10 രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന്. അതുപോലെ തന്നെ ഇത് കാലിയോഗ്രാഫി എഴുതുന്ന ഒരു പെന്നാണ് കേട്ടോ. പിന്നെ കുറച്ച് എയർ ഡ്രൈ ക്ലേയും പെന്നും വാങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. പിന്നെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനിതിൽ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് സാധനങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എഡുമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. എല്ലാം മൊത്തത്തിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്, അധികം കിട്ടാത്ത സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതിയതായി ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.